അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിദായത്ത് സുബ്യാൻ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ പുതിയൊരു സംരംഭം കുറിക്കുകയാണ്. അതായത് നമ്മുടെ മക്കൾക്ക് അക്ഷരങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള നിലവാരത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പുതിയൊരു സംരംഭം തുടക്കം കുറിക്കുകയാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ സ്കൂളിൻ്റെയൊക്കെ പരിമിതമായ സമയത്തിനുള്ളിൽ സ്കൂളിൻ്റെ ആ ടൈമും കൂടെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലാസ്സുകൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൊണ്ട് നിർത്തിയിട്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിക്കാനോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവർ ഏത് രീതിയിൽ ഏത് വിധേന പഠിപ്പിക്കാൻ നോക്കിയാലും ഇവിടെ ഇരുന്നു കൊണ്ട് പഠിക്കുന്നതല്ലാതെ വീടുകൾ വന്ന് പഠിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഈ ബോർഡിൽ ഇൻഷാ അല്ലാഹ് ഇനി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി പഠിപ്പിക്കും. അതുപോലെ നിങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തുക, എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ഇത് കണ്ടിട്ട് എല്ലാ രക്ഷകർത്താക്കളും അപ്പം നമ്മളിവിടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിൽ പറഞ്ഞു കൊടുക്കാനും കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കളുടെ നല്ല ഒരു ഭാവിക്ക് നല്ലതുപോലെ തെറ്റില്ലാതെ ഖുർആൻ ഓതാൻ തജ്വീദനുസരിച്ച് ഓതാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ മക്കൾ വളർന്നു വരണം. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ്സുകളൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത് അക്ഷരങ്ങളുടെ ക്ലാസ്സാണ്. എങ്ങനെയാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കപ്പെടേണ്ടത് എന്നുള്ള ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അറബി കലാമിൽ 28 അക്ഷരങ്ങളാണുള്ളത്. 28 അക്ഷരങ്ങൾ നമ്മൾ UKG മുതൽ LKG മുതൽ നമ്മൾ പഠിച്ചു വരുന്ന അക്ഷരങ്ങളാണ്. അലിഫ്, ബാ, താ, സാ, ജീം, ഹാ, ഖാ, ദാൽ, ലാൽ, റാ, സാ, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഐൻ, ഗൈൻ, ഫാ, ഖാഫ്, ഖാഫ്, ലാം, മീം, നൂൻ, ഹാ, വാവ്, യാ എന്നീ 28 അക്ഷരങ്ങൾ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക. പാഠം പഠിച്ചിട്ട് കാര്യമില്ല. ചില കുട്ടികൾ പഠിച്ചു വെക്കുന്നത് ഇങ്ങനെയാണ്. അലിഫ് കഴിഞ്ഞാൽ എന്തായാലും ബാ ആണല്ലോ, അത് കഴിഞ്ഞാൽ എന്തായാലും താ ആണല്ലോ. അപ്പോൾ അങ്ങനെ അലിഫ് ബാ താ സാ നമ്മളിങ്ങനെ പറഞ്ഞ് പാട്ട് പാടും പോലെ പാടി വന്നപ്പോൾ അവരെന്ത് ചെയ്ത് ആ രീതിയിൽ അങ്ങ് പഠിച്ചു വെച്ചേക്കാണ്. അപ്പം ഒരാളിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉസ്താദ് പഠിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അപ്പോൾ ഏതായാലും പാട്ട് പോലെ പഠിച്ചു വെച്ചേക്കല്ലേ, അലിഫ് ബാ താ സാ ജീം ഹാ, അലിഫ് കഴിഞ്ഞാൽ ബാ കഴിഞ്ഞാൽ താ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പഠിപ്പിക്കരുത്. അത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് കാണാപ്പാഠം പഠിച്ചെന്ന് പറയും. അക്ഷരങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ അലിഫ് എഴുതിയിട്ട് ഈ അക്ഷരം മുഴുവനും പഠിപ്പിക്കണം. ഓർഡർ അനുസരിച്ചാണ് പഠിപ്പിക്കേണ്ടുള്ളത്. ഓർഡർ അനുസരിച്ച് അലിഫ് മുതൽ യാ വരെ നമ്മൾ എഴുതി പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ തെറ്റിച്ചൊന്ന് വായിപ്പിച്ച് നോക്കുക. അലിഫ് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതേതക്ഷരമാണ് എന്ന് ബുക്കിനകത്ത് എഴുതിയിട്ട് കുട്ടികളോട് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേതക്ഷരമാണ്, ഇതേതക്ഷരമാണ് എന്നിങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്കുള്ള അക്ഷരങ്ങൾ ഓരോന്ന് കാണിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അവർക്കത് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും. ഇത് ഏതക്ഷരമാണ്, ഇത് ജീമാണ്, ഇത് ഖാ ആണ്, ഇത് ളാദാണ്, ഇത് ഫാ ആണ്, ഇത് ലാമാണ്. ഇതിങ്ങനെ ഓരോ അക്ഷരത്തെ പറ്റിയും അറിവ് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ആദ്യം നമ്മൾ 28 അക്ഷരങ്ങൾ കാണാതെ നല്ല രീതിയിൽ എഴുതി ഓരോ അക്ഷരവും പഠിപ്പിക്കുക. അതാണ് ആദ്യത്തെ കർത്തവ്യം. അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മൾ കടക്കും, അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ഇത് മുതൽ ഈ അൽഫ് മുതൽ യാ വരെ നല്ലതുപോലെ പഠിപ്പിക്കുക. അത് കാണാതെയും കണ്ടും പഠിപ്പിക്കുക. ഇത് പഠിപ്പിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കുള്ള അക്ഷരങ്ങൾ ഓരോന്നോരോന്ന് എഴുതി ആ അക്ഷരത്തെക്കുറിച്ചുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇത്രയും കാര്യങ്ങൾക്കാണ് ഖുർആനിലും എല്ലായിടത്തും ഉള്ളത്. ഇത്രയും അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുന്നത്, കുറച്ച് അക്ഷരങ്ങൾ മാറ്റം വരാറുണ്ട്, പിന്നെ ചേർത്ത് എഴുതുമ്പോൾ മാറ്റം വരാറുണ്ട്, പിരിച്ചെഴുതുമ്പോൾ മാറ്റം വരാറുണ്ട്. അങ്ങനെ മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടിയുള്ള മറ്റൊരു കാര്യമുണ്ട്. ഫത്തഹ്, കിസർ, ലമ്മ്, സുക്കൂൻ, ഏട്ട ലമ്മ്, ഏട്ട ഫത്തഹ്, ഏട്ട കിസർ. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഫത്തഹ്, കിസർ, ലമ്മ്, സുക്കൂൻ, ഏട്ട ലമ്മ്, ഏട്ട ഫത്തഹ്, ഏട്ട കിസർ.
ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി ഈ ഫത്തഹുകൾ, ഈ അക്ഷരങ്ങൾ വരുമ്പോൾ വരുന്ന മാറ്റം, ഇത്രയും കാര്യങ്ങൾ ഈ അക്ഷരങ്ങൾ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇത് രണ്ടും നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അക്ഷരങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം ഇതെല്ലാവരും പഠിക്കണം. 5ാം ക്ലാസ്സിലായിട്ട് പോലും അക്ഷരങ്ങൾ നേരെ ചൊവ്വ ഇതുവരെ ഇത് പിടികിട്ടാത്തവർ 5ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ടും അക്ഷരങ്ങൾ നേരെ ചൊവ്വ പിടിയിട്ടിട്ടില്ല. എന്താണ് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന ഓർഡർ അനുസരിച്ചാണ്. അലിഫ് കഴിഞ്ഞാൽ ബാ, ബാ കഴിഞ്ഞാൽ താ, താ കഴിഞ്ഞാൽ താ, ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പറയും. പക്ഷേ ഏതെങ്കിലും ഒരു അക്ഷരം ഇടയ്ക്കെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. അത് കാരണം ആ ഒരു അക്ഷരത്തെക്കുറിച്ച് നല്ലൊരു ബോധം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിപ്പിച്ച് നോക്കുക. അതുപോലെ ഈ രണ്ടാമത്തെ ഫത്തഹ്, കിസർ, ലമ്മു, സുക്കൂൻ, എട്ടലമ്മ, എട്ടപ്പത്ത്, എട്ട കിസർ, ഇത്രയും കാര്യം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. ബാക്കി ഈ ഫത്തഹുകളും ഈ കിസറുകൾ, ഈ ചിഹ്നങ്ങളൊക്കെ ഇതിൽ വരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പറയുന്നതാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല സ്വീകരിച്ച് സാലിഹ്യങ്ങളാക്കുമാറാകട്ടെ.